രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നതിന് അതിൻ്റേതായ ഗൗരവം വന്ന് തുടങ്ങിയിരിക്കുന്നു. പത്രസമ്മേളനം നടത്തിയാൽ നിമിഷങ്ങൾക്കകം ഇപ്പം നടപടിയാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി പോയ പോക്കെ. സംഗതി ആകെ കുറഞ്ഞത് 10, 30, 35 സീറ്റാണെങ്കിലും ആ കുറവുണ്ടാക്കിയ ഞെട്ടൽ, ആ ഭൂരിപക്ഷത്തിലുണ്ടായ ഇടിവ്, അതൊക്കെ വരുത്തിയ ഒരു ആത്മവിശ്വാസക്കുറവെന്ന് പറയുന്നത് വല്ലാത്തൊരു കുറവാണ്. കഴിഞ്ഞ ദിവസം NDAയുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടറെ അടിയന്തരമായി മാറ്റി മറ്റൊരാളെ രംഗത്ത് കൊണ്ടുവന്നു. കൂടാതെ നീറ്റിൻ്റെ PG പരീക്ഷ ഇന്ന് നടത്താനിരുന്നത് മാറ്റിവെച്ചു. പിന്നെ ഇത് പഠിക്കാനായി ഒരു സമിതിയെ നിയമിച്ചു. ഇതിനിടയിലൊരു വാർത്ത പുറത്തു വന്നത് ഈ ടോപ്പർമാരായി വന്ന 6 കുട്ടികൾ പരീക്ഷ എഴുതിയത് ഹരിയാനയിലെ ഒരു BJP നേതാവിൻ്റെ സെൻറ്ററായിട്ടുള്ള സ്ഥലത്താണെന്നാണ്. സംഗതി പൊളിക്കുകയാണ് NDA. ഒപ്പം ഈ പരീക്ഷ എഴുതിയ കുട്ടികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഒക്കെ മാനസികാവസ്ഥ, സത്യം പറഞ്ഞാൽ ഇത് ചെയ്തവൻ്റെയൊക്കെ തലയിൽ ഇടുത്തി വീണേ മതിയാവും. അത്രമേൽ തീ കോരിയിട്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ കോടിക്കണക്കിന് ചെറുപ്പക്കാരുടെ മനസ്സിൽ. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ ഗാന്ധിയെ പണ്ട് പപ്പുമോനെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് വന്നവനെന്നോ കഴിവില്ലാത്തവനെന്നോ കൊള്ളരുതാത്തവനെന്നോ ഒക്കെ രഹസ്യവും പരസ്യവുമായി പറഞ്ഞവരൊക്കെ ഇപ്പം നിശബ്ദമാണ്. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിനും വാക്കുകൾക്കുമൊക്കെ ഒരു പവർ വന്നു തുടങ്ങിയിരിക്കുന്നു. പത്രസമ്മേളനം കഴിഞ്ഞ ഉടൻ മണിക്കൂറുകൾക്കകം മിണ്ടാതിരുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തുന്നു. പണ്ടൊക്കെ ഒന്ന് മിണ്ടിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പം അങ്ങനെയല്ല, മിണ്ടിത്തുടങ്ങിയിരിക്കുന്നു. പത്രസമ്മേളനത്തിൽ പിഴവ് പറ്റിയതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച മുതൽ പാർലമെൻറ്റ് തുടങ്ങുകയാണ്. രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞിരുന്നു ഈ ശബ്ദം പാർലമെൻറ്റിൽ കേൾപ്പിക്കുമെന്ന്. ഏതായാലും ആ പറച്ചിലിന് മുന്നോടിയായി കാര്യങ്ങൾ വ്യത്യസ്ത രീതിയിൽ നീങ്ങുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറൊരാളിനെ വെച്ചു. എന്നിട്ട് ഒരു 7 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി ഈ ചോർച്ച തടയാനും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിക്കാൻ വേണ്ടി. അതിൽ നമ്മുടെ ISROയുടെ പഴയ ഡയറക്ടർ രാധാകൃഷ്ണൻ സാറ് ചെയർമാനാണത്രേ. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആളിനെ മാറ്റിയതെന്നും പറയുന്നു. ഏതായാലും വളരെ ഗംഭീരമായി പൊളിക്കുന്നു. ഇതിനിടയിൽ നീറ്റിൻ്റെ PG പരീക്ഷ ഇന്ന് നടക്കേണ്ടതാണ്, അത് മാറ്റിക്കളഞ്ഞു. എത്രയോ മാസങ്ങളായി വീടിന് പുറത്തിറങ്ങാതെ PG കിട്ടണമെന്നാഗ്രഹിച്ച് പഠിച്ച് വീട്ടിലിരുന്ന എല്ലാ മനുഷ്യരെയും സ്തബ്ധരാക്കിക്കൊണ്ടാണ് ഈ തീരുമാനം. അവസാന മണിക്കൂറിൽ, അവസാന നിമിഷത്തിൽ സംഗതി എത്ര പരീക്ഷാ പേപ്പർ പുറത്തു പോയെന്നും എത്ര എണ്ണം അകത്തുണ്ടെന്നും ഒന്നും അറിയാൻ വയ്യാത്തൊരു സ്ഥിതിയാണ്. നമ്മുടെ പണ്ടൊക്കെ താറാവിനെ കൊണ്ട് കെട്ടിയിട്ട് നെറ്റടിക്കുമായിരുന്നല്ലോ. ഈ നെറ്റം കഴിഞ്ഞു പോയാൽ അതിലേക്കൂടെ എത്ര താറാവ് പോയിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന സ്ഥിതിയിലാണ് നമ്മുടെ പരീക്ഷകളുടെ അവസ്ഥ. ഇതിനിടയിൽ വരുന്ന പുതിയൊരു വാർത്ത, ഹരിയാനയിലെ ഒരു സെൻറ്ററിലാണത്രേ, ഒറ്റ സെൻറ്ററിലാണ് ടോപ്പർമാരായിട്ട് വന്ന 6 പേർ പരീക്ഷ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി അവർക്ക് ചോദ്യപേപ്പർ കിട്ടി സൗകര്യപൂർവ്വം നമുക്ക് പറ്റുന്ന മച്ചമ്പിയുടെ സ്ഥാപനത്തിൽ വന്നിരുന്ന് എഴുതിയതാണോ എന്നറിയില്ല. ഏതായാലും നീറ്റ് അണ്ടർ ഗ്രാജുവേഷൻ അഥവാ MBBS അടങ്ങുന്ന അതിനെ സംബന്ധിച്ച് മാത്രമാണ് ഇനിയും അന്തിമ തീരുമാനം വൈകുന്നത്. ബാക്കിയെല്ലാം നിർത്തിവെച്ചു, പൊളിച്ചു കളഞ്ഞു. ഒറ്റ പത്രസമ്മേളനത്തിൽ, ഒറ്റേന്നൊരു പത്രസമ്മേളനം. മാധ്യമങ്ങളും മാറി. അവരും മൊത്തം അങ്ങ് വാതുറന്ന് പറയുന്നില്ലെങ്കിലും ചീറ്റാനും തുമ്മാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു.